നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നിസ്സൃതയോടെ കേട്ട് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. ആവർത്തന പുസ്തകം 28:1. കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്ത ഇസ്രായേൽ മക്കളോട് ദൈവം മോശയിലൂടെ നൽകുന്ന ഒരു വാഗ്ദത്തമാണ് ഈ വചനം. ഈ വാക്യത്തിൽ പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത് അവന്റെ കൽപ്പന നാം അനുസരിക്കുക എന്നതാണ്. സാഹചര്യങ്ങൾ എത്ര തന്നെ പ്രതികൂലമായിക്കോട്ടെ, നാം ദൈവത്തിന്റെ വാക്കുകൾ അനുസരിക്കുന്നവരാകണം. കാനാവിലെ കല്യാണത്തിന് യേശുവിന്റെ അമ്മ മറിയ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവർ ആ വാക്ക് അതുപോലെ അനുസരിച്ചതിന്റെ ഫലമായി പച്ചവെള്ളം വീഞ്ഞായി മാറി. അതുപോലെ തന്നെ ഗലീല കടലിൽ രാമുരുവൻ അധ്വാനിച്ച പത്രോസിനോട് യേശു പറഞ്ഞു ആഴത്തിൽ വലയിറക്കാൻ. അവനും തത്സമയം ആ വാക്കുകൾ അനുസരിച്ചു. അതിന്റെ മറുപടി പെരുത്ത മീൻകൂട്ടത്തിൽ ലഭിച്ചു. അനുഗ്രഹം ലഭിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട മാനദണ്ഡം അനുസരണമാണ്. നാം അവന്റെ കൽപ്പനകൾ അനുസരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായും അനുഗ്രഹങ്ങൾ ലഭിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.